മോഷണക്കുറ്റം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത ദളിത് സ്ത്രീയെ പേരൂർക്കട പോലീസ് 20 മണിക്കൂറോളമാണ് മാനസികമായി പീഡിപ്പിച്ചിരുന്നത്. ഈ സംഭവത്തിൽ വിമർശനം ശക്തമായിട്ടുണ്ട്. എന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ച് ഈ വിമർശനങ്ങൾക്കൊടുവിലാണ് എന്നതും ശ്രദ്ധേയം. തിരുവനന്തപുരം കണ്ടോൺമെന്റ് ACPയും സ്പെഷ്യൽ ബ്രാഞ്ചുമാണ് അന്വേഷിക്കുക. പാലോട് സ്വദേശിയായ ദളിത് സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് വിവരം. കഴിഞ്ഞ മാസം നടന്ന സംഭവം. ഇതിൽ ഈ സ്ത്രീ പരാതിപ്പെട്ടതിന് പിന്നാലെയാണ് ഇത് വാർത്തയാകുന്നതും വിവാദങ്ങൾ ആവുന്നതും. അതിന് തൊട്ട് പിന്നാലെ മാത്രമാണ് പോലീസ് ഇതിൽ അന്വേഷണം നടത്താനെങ്കിലും തീരുമാനിച്ചതും തയ്യാറായതും. എന്തായാലും പോലീസ് നടപടിക്കെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കുമാണ് ഇവർ പരാതി നൽകിയിരുന്നത്. പക്ഷേ ആദ്യം ഒന്നും നടപടി സ്വീകരിച്ചിരുന്നില്ല. ഇത് വാർത്തയും വിവാദമായതിനു ശേഷം മാത്രമാണ് ഈ അന്വേഷണമെങ്കിലും നടക്കുന്നത് എന്നതും ശ്രദ്ധേയം. എന്തായാലും ശ്രീനന്ദ ചേരുകയാണ് വിവരങ്ങളുമായി. ശ്രീനന്ദ, കൊടിയ പീഡനം എന്ന് മാത്രമല്ല കടുത്ത മനുഷ്യാവകാശ ലംഘനം കൂടി. തീർച്ചയായിട്ടും മനു, കൊടിയ പീഡനം തന്നെയാണ് 20 മണിക്കൂർ നീണ്ടൊരു പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു സ്ത്രീ ബിന്ദു എന്ന് പറയുന്ന ചേച്ചി അനുഭവിച്ചിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ ബിന്ദു ഉണ്ട്. ചേച്ചി, എന്താണ് ഈ ഒരു സംഭവം? എന്ത് പറഞ്ഞിട്ടാണ് പോലീസ് ആദ്യം വിളിക്കുന്നത്? ആദ്യം ഞാൻ ജോലിക്ക് പോയി, കവടിയാറ് ജോലിക്ക് പോയിട്ട് അവിടെ ബസ് കയറാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എന്നെ ആദ്യം ഒരു കോൾ വന്ന് ഞാൻ എടുത്തില്ല. രണ്ടാമത്തെ കോൾ വന്നപ്പോൾ ഞാൻ എടുത്തു. ബിന്ദു ആണോന്ന് ചോദിച്ചു. ഞാൻ ബിന്ദു ആണെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്നൊരു പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. ഞാൻ എന്ത് സാറ്, നിങ്ങൾ ജോലിക്ക് നിന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജോലിക്ക് നിന്നിട്ടുണ്ട് എന്ന് വെച്ചു. അവിടുന്ന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, ഓമന ഡാനിയൽ. ഞാൻ അതിനിടയ്ക്ക് ഇവരെ മകളെ വിളിച്ചു, നിശ്ചയെന്ന്. ഞാൻ ചോദിച്ചു ചേച്ചി എന്താണെന്ന് ചോദിച്ചു. അത് ബിന്ദുവിന് 3 ദിവസത്തെ പൈസയുമായി മമ്മിയും പിറകെ കൂടെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ്, ബിന്ദു പെട്ടെന്ന് ചെല്ലുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചി പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമുണ്ട്, ഞാൻ ചേച്ചിയുടെ വീട്ടിൽ ജോലിക്ക് വന്നാൽ എനിക്കറിയത്തില്ല, ബിന്ദു ഓടിച്ചെല്ലെന്ന് പറഞ്ഞു. അത് പ്രകാരം ഞാനൊരു ഓട്ടോ വിളിച്ചു. ഓട്ടോ വിളിക്കാൻ എൻ്റെ പൈസ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എനിക്ക് ഓട്ടോയൊക്കെ വിളിച്ച് വരാൻ പൈസ ഇല്ല. ഇത് ബിന്ദു ഒരു ഓട്ടോ വിളിച്ച് പെട്ടെന്ന് ഇനി വാ എന്ന് പറഞ്ഞു. എന്താണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷം പോലീസുകാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഞാനിവിടെ ചെന്നപ്പോൾ SIയുടെ ഈ വിളിച്ച പോലീസുകാരൻ പറഞ്ഞു പെട്ടെന്ന് അങ്ങ് തുടിച്ചല്ലെന്ന് പറഞ്ഞു. SIയുടെ അടുത്തോട്ട് ഞാനവിടെ ചെന്നപ്പോൾ ഈ ഓമന ഡാനിയും മകളും SIയുടെ അടുത്തിരിക്കുക. ഞാൻ ചോദിച്ചു എന്താ മാഡം, ബിന്ദു എൻ്റെ മാല കണ്ടില്ല. SI പറഞ്ഞു ഇവരെ മാല എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. 2.5 പവൻ്റെ മാലയാണെന്ന്. ഞാൻ പറഞ്ഞു സാർ ഞാൻ എടുത്തിട്ടില്ല ആരെയും മാല. മാഡത്തിനോട് ഞാൻ പറഞ്ഞു ഞാൻ മാല എടുത്തിട്ടില്ല മാഡം. ഉടനെ എന്നെ ഒരു വനിതയെ വിളിച്ചു. എന്നെ റൂമിൽ കൊണ്ടു എൻ്റെ ടോപ്പെല്ലാം മാറ്റിയിട്ട് എന്നെ പരിശോധിച്ചു. അതിനുശേഷം വെളിയിൽ കൊണ്ടുവന്നിട്ട് വേറൊരു പോലീസുകാരന്മാർ എന്നെ റൂമിൽ കൊണ്ടുപോയി എന്നെ ചോദ്യം ചെയ്തു. വെളിയിൽ വന്നപ്പോൾ ഈ ഓമനാണ്ടാനിലും മകളും വെളിയിൽ ഇറങ്ങിയപ്പോൾ എന്നെ SI റൂമിലോട്ട് വിളിച്ചിട്ട് എന്നെ ചീത്ത പറഞ്ഞത്. അങ്ങോട്ട് നീങ്ങുന്നില്ലടി എന്ന് പറഞ്ഞു. എന്നെ ചീത്ത പറഞ്ഞു, പച്ച ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയി. എന്നിട്ട് വെളിയിലിറങ്ങി അപ്പുറത്ത് അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ എൻ്റെ പോലീസുകാരെല്ലാം നിരന്നിരുന്നു. അവിടെ ചെന്ന് ഭയങ്കരമായിട്ടുള്ള ചോദ്യമായിരുന്നു. മാല കൊടുക്കും, മാല എടുത്തെങ്കിൽ മാല കൊടുക്കും, മാല. ഞാൻ പറഞ്ഞു സാർ ഞാൻ ആരെയും മാല എടുത്തിട്ടില്ല. ഞാൻ മാല എടുത്ത കാല് പിടിച്ച് ഞാൻ പറഞ്ഞു സാർ ഞാൻ ആരെയും മാല ഞാൻ എടുത്തിട്ടില്ല. സ്റ്റേഷനിൽ 20 മണിക്കൂറിൽ കൂടുതലാണ് ചെലവഴിക്കേണ്ടി വന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ പെരുമാറ്റം ഈ 20 മണിക്കൂർ? ഭയങ്കര പ്രസन्न എന്ന് പറഞ്ഞൊരു പോലീസാണ് ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ചത്. ഭയങ്കരമായി ആലോചിക്കാൻ കൂടി എനിക്ക് ഭയങ്കരമായിട്ട് എന്നോട്. എന്നിട്ട് രാത്രി ഒരു 8:30 കൂടി ഈ ഓമനാടാളിൻ്റെ പ്രകാരം എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഇതിനിടയ്ക്ക് എന്നെ വീടുമായി ബന്ധപ്പെടാൻ ഇവർ അനുവദിച്ചില്ല. ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ പറഞ്ഞു സാർ എൻ്റെ വീട്ടിലേക്ക് ഒരു കോള് എൻ്റെ ചേട്ടൻ ഒരു കോള് ചെയ്യാൻ പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ അറിയിച്ചിട്ടില്ല. ഈ പോലീസുമാരും എൻ്റെ വീട്ടിൽ അറിയിച്ചിട്ടില്ല. അത് പ്രകാരമാണ് ഈ ഓമനാടൻ ഇവിടെ കൊണ്ടുവരികയും വീട് മൊത്തം അന്വേഷിക്കുകയും അതിനുശേഷം എന്നെ തിരിച്ച് എന്നെ കൊണ്ടുപോയി. എൻ്റെ ചേട്ടനെയും കൊണ്ടുപോയി. ചേട്ടനെല്ലാം ചോദിച്ചപ്പോൾ പോലും നൽകിയില്ല. വെള്ളം തന്നില്ല. വെള്ളവും അന്നത്തെ ദിവസം ആഹാരമൊന്നും എനിക്ക് തന്നിട്ടില്ല. വെള്ളമായാലും ചോറായാലും എനിക്കൊന്നും മേടിച്ച് തന്നില്ല. വെള്ളം ചോദിച്ചപ്പോൾ ഈ പ്രസന്ന സാറ് പറഞ്ഞു ബാത്റൂമിൽ ബക്കറ്റുണ്ട് അവിടെ പോയി കുളിക്കാൻ പറഞ്ഞു. ഞാൻ പോയി, ഞാൻ കുടിച്ചില്ല. ബാത്റൂമിൽ പോയിട്ട് ഞാൻ ഇനി ഇവിടെ ഇരുന്ന ശേഷമാണ് ഒരു 3:30 വരെ എന്നെ ചോദ്യം ചെയ്തു. 3:30 വരെ എന്നെ ചോദ്യം ചെയ്തു. പിന്നെ ഉറങ്ങാൻ സമ്മതിച്ചെന്ന്. ഇച്ചിരി നേരം അവിടെ ഇരിക്കുമ്പോൾ വീണ്ടും വിളിക്കും. ഇതിലേക്ക് ന്യൂസ് പേപ്പർ കൊണ്ടു തന്നു. അവിടെ ഉറങ്ങാനൊന്നും ഈ സാറ് താമസിച്ചില്ല. അതുവരെ ഇപ്പോൾ സംഭവം നടന്ന് 25 ദിവസത്തിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇതിനൊരു അന്വേഷണം പ്രഖ്യാപിച്ചതിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്കുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഇതുവരെയ്ക്കും DGP ഉത്തരവിട്ടത് മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. വേറെ എങ്ങൊന്നും ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല.
തീർച്ചയായിട്ടും അനു, ഇത് ഒരു ക്രൂരതയാണ് ഒരു സ്ത്രീയോട്, അതും 20 മണിക്കൂർ ആ സ്ത്രീ ആ ഒരു പോലീസ് സ്റ്റേഷനിൽ പിന്നെ മുഖ്യമന്ത്രിക്കും DGPക്കുമാണല്ലോ നേരിട്ട് പരാതി നൽകിയത്. അപ്പോൾ ലഭിച്ച പ്രതികരണം കൂടി ഒന്ന് ആരായാമോ ശ്രീനന്ദ? തീർച്ചയായിട്ടും അനു, ചേച്ചി മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും അവിടെ നിന്ന് എന്തെങ്കിലും ചേച്ചി വിളിക്കോ പറയുകയോ എന്തെങ്കിലും ചെയ്തിരുന്നു? പട്ടികജാതി കമ്മീഷൻ ഓഫീസിൽ നിന്ന് വിളിച്ചു, കൺട്രോൾ റൂം വിളിച്ചു, ചെന്ന് സംസാരിച്ചു. അവിടെ മൊഴി കൊടുക്കാൻ പറഞ്ഞു. മൊഴി കൊടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. മൊഴി കൊടുത്തിട്ട് വേറെ എവിടെ നിന്നും എന്നെ വിളിച്ചിട്ടില്ല. ഇല്ല, വിളിച്ചിട്ടില്ല. ഇല്ല. ശ്രീനന്ദ, അപ്പോൾ ഇതിന്റെ ഫോളോ അപ്പ് പറഞ്ഞ് ഇവരാരും ബന്ധപ്പെട്ടിട്ടില്ല ബിന്ദുവിനെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? അങ്ങനെയെങ്കിൽ അന്ന് ആ വീട്ടുകാർ പരാതി കൊടുത്തിട്ടാണല്ലോ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇല്ലാക്കഥ അല്ലെങ്കിൽ കള്ളക്കേസ് ചുമത്തിയത് ബിന്ദുവിന് മേൽ. ആ വീട്ടുകാർ ബന്ധപ്പെടുകയുണ്ടായോ? അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നിവരെ ബോധ്യപ്പെടുത്താൻ ആ പോലീസ് സ്റ്റേഷനിലുള്ളവർ പിന്നീട് തയ്യാറെടുത്തോ അല്ലെങ്കിൽ തയ്യാറായോ? ഇല്ല അനു, യാതൊരു തരത്തിലുമുള്ള ഒരു നീക്കുപോക്കുകളും പിന്നീട് ആ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല. ആ വീട്ടുകാരുടെ ഭാഗത്ത് നിന്നായാലും യാതൊരു തരത്തിലുമുള്ള തെറ്റ് പറ്റിയെന്നോ അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്താണ് തെറ്റ് പറ്റിയതെന്നുള്ള ഒരു വിവരണവും ഈ വീട്ടുകാരോ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരോ ഈ ഒരു ബിന്ദുവിന് നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും വിഷമകരമായ ഒരു കാര്യം. എന്നത് തങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റ് സംഭവിച്ചിട്ട് കൂടി ആ തെറ്റ് സമ്മതിക്കാനോ അല്ലെങ്കിൽ ആ തെറ്റിന്റെ മേൽ ഒരു എന്തുകൊണ്ടാണ് തങ്ങൾ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചത്, ഇങ്ങനെയൊരു തെറ്റ് സംഭവിച്ചു പോയി എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു മാപ്പ് പറച്ചിലോ ഒന്നും തന്നെ ബിന്ദുവിനോട് അവരാരും തന്നെ പറഞ്ഞിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ. ബിന്ദുവിന്റെ വീട്ടുകാരെ അവർ അറിയിക്കുകയുണ്ടായോ ശ്രീനന്ദ? ഒരു വ്യക്തതയ്ക്ക് വേണ്ടി വീണ്ടും ചോദിക്കുകയാണ്. അന്ന് ആ സ്റ്റേഷനിൽ 20 മണിക്കൂറോളം നേരം, അത് ഒരു രാത്രി മുഴുവനും ഇരിക്കേണ്ടി വന്ന സാഹചര്യം ഇവരുടെ വീട്ടുകാരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയിച്ചിരുന്നുവോ? ഇല്ല അനു, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 20 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. ഈ ചോദ്യം ചെയ്യലിനിടയ്ക്ക് ബിന്ദു പറയുകയുണ്ടായി, എൻ്റെ ഭർത്താവിനെ വിവരം അറിയിക്കണം അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തോട് ഈ ഒരു അറസ്റ്റിന് ഇങ്ങനെ ഒരു കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളൊരു കാര്യം പറയണം എന്നുള്ളൊരു ആവശ്യം ബിന്ദു പോലീസുകാരോട് ഉന്നയിച്ചിരുന്നു. എന്നാൽ അവരാരും തന്നെ ഇത് സമ്മതിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നൊരു രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. അതിനുശേഷം അടുത്ത ദിവസമാണ് ബിന്ദുവിനെ മഫ്തിയിലുള്ള പോലീസുകാർ ചേർന്ന് ഈ വീട്ടിലോട്ട് കൊണ്ടുവരികയും എന്താണ് കാര്യങ്ങളെന്ന് അറിയുകയും ചെയ്തത്. ഈ ഒരു കസ്റ്റഡിയിലെടുത്ത മണിക്കൂറുകളിലൊന്നും തന്നെ ബിന്ദുവിനെ ആരെയും വിളിക്കാനോ അല്ലെങ്കിൽ എന്താണ് നടന്ന പ്രശ്നം എന്ന് പറയാനോ ഉള്ളൊരു സാഹചര്യം പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് പറയപ്പെടുന്നത്. ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളോട് തത്സമയം കാര്യങ്ങൾ വിശദീകരിച്ചത്. മാനസിക പീഡനത്തിന് ഇരയായ, മനുഷ്യാവകാശ ലംഘനത്തിന് ഇരയായ ബിന്ദു നേരിട്ടാണ്. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടു കാണും. എന്തായാലും ഇവർക്ക് 20 മണിക്കൂറിലധികം നേരമാണ് പോലീസ് സ്റ്റേഷനിൽ നിൽക്കേണ്ടി വന്നത്. അതും ഇല്ലാത്ത കേസിൽ അല്ലെങ്കിൽ കള്ളക്കേസിൽ പെടുത്തിയായിരുന്നു ഇവരെ ഇത്തരത്തിൽ പീഡിപ്പിച്ചിരുന്നത്. ഇതിനുശേഷം DGPക്കും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയിൽ ഇതുവരെ തിരികെ ഇവരെ ബന്ധപ്പെടാൻ ആരും തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വിവാദങ്ങൾക്കും വാർത്തയ്ക്കും ഒടുവിൽ മാത്രമാണ് ഇതിൽ അന്വേഷണത്തിനെങ്കിലും പോലീസ് മുൻകൈ എടുത്തത്. എന്തായാലും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ, പ്രതികരണങ്ങളൊക്കെ ഇനി വരും മണിക്കൂറുകളിലും ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്.